Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൽക്കട്ട സ്പെഷ്യൽ കാട്ടി റോൾസ് ആണ്. ചിക്കൻ കാട്ടി റോൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ബോൺലെസ് പീസ് ആണ് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുക്കൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു നാരങ്ങയുടെ ഒരു അരമുറി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 1 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരും. അപ്പോൾ ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് ഒരു ചെറിയ ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. ഒരു സ്മോക്കി സ്മെല്ലൊക്കെ ഈ ചിക്കനിലൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ കരിഞ്ഞ ചാർക്കോളിലോട്ട് ഒരു ലേശം നെയ്യോ എണ്ണയോ വല്ലതും ഒഴിച്ചാൽ അത് നന്നായിട്ട് അത് ഇങ്ങനെ പുക വരും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അതൊന്നൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരടുപ്പ് വെച്ച് ഒന്ന് വെക്കണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതിയേ. അതിനുശേഷം അതിൽ നിന്ന് ആ ചാർക്കോളിൻ്റെ പാത്രം എടുത്ത് മാറ്റാം. എന്നിട്ട് പിന്നതങ്ങ് ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയേ. ഇനി ഇതിലേക്കുള്ള റൊട്ടി ഉണ്ടാക്കാനായിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഈ ഗ്ലാസ്സിനാണ് 2 കപ്പ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡാൽഡ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവേ. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതിയേ. അപ്പം ഞാനിത് പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പം ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലേശം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. തിരിക്കുമ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു ഫില്ലിംഗ് കൊണ്ട് വല്ലതും ഒന്ന് കവർ ചെയ്തിട്ട് ഒന്നങ്ങോട്ട് മാറ്റി വെക്കാവേ. ഈ മാവും ഒരു അരമണിക്കൂറത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. ഇനി വേണ്ടത് ഇവിടെ ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ട ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുക്കൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. മുട്ടയുടെ എണ്ണം ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനിവിടെ 4 മുട്ട എടുത്തെന്ന് കരുതി നിങ്ങൾ അത്രയും തന്നെ എടുക്കണമെന്നില്ല. 2 മുട്ടയായാലും മതി. ഇതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം അനുസരിച്ചാണ് മുട്ട ഉപയോഗിക്കുന്നത്. ഒരു ചപ്പാത്തിയെ തന്നെ 2 മുട്ടയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ 2 സ്പൂൺ ഉപയോഗിച്ചാലും മതി. അതൊന്നും കുഴപ്പമില്ല. അവരവരുടെ ആരോഗ്യം നോക്കിയിട്ട് ഇതിൽ മുട്ടയുടെ എണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി മുട്ടയൊന്നും എടുത്താൽ കുഴപ്പമില്ല. പ്രായമൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് കുറച്ചോണേ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാവേ. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചാർക്കോളൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് ചിക്കന് നല്ലൊരു സ്മോക്കി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാവേ.
ചെറിയ പീസായിട്ട് മുറിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാവേ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അടച്ചൊന്നും വെക്കണമെന്നില്ല, വേണമെങ്കിൽ അടച്ചു വെക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇത്രയും ചിക്കൻ വേണമെന്നൊക്കെ ഉള്ളത്. ഇത്രയും ചിക്കൻ വേണമെങ്കിൽ എടുക്കാം, കുറവ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ചിക്കൻ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചിക്കൻ എടുക്കാം. അതൊക്കെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിനൊന്നും സവോളയും ക്യാപ്സിക്കും ആണ് ഇതിൽ നമ്മൾ എടുക്കുന്നത്. അതും ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവേ. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. ഇനി ഇത് കൂടുതൽ ഫ്രൈ ചെയ്യാനൊന്നും പോവണ്ട. അപ്പം ഇത് വെന്തിട്ടുണ്ട്, ഇത് മതി. മസാലയൊക്കെ നന്നായിട്ട് അതിനകത്തിലൊക്കെ ഉണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത് ആ എണ്ണ തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ച് കൊടുത്തേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസിലെ സവോള, 1 ക്യാപ്സിക്കം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഒക്കെ തീരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവോളയാണേലും അരിഞ്ഞിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഞെരടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടണേ. ആദ്യം ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും വാടിയൊന്നും വരണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം ആദ്യം ഒന്ന് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ വെജിറ്റബിൾ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുക്കുംബറൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുരു അങ്ങ് മാറ്റിയിട്ട് വേണേ ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റുന്നത്. ഒരുപാടൊന്നും വാടണ്ട. ആ പച്ചയ്ക്ക് കഴിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊന്ന് വാട്ടിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാവേ. കളർഫുൾ ആക്കണമെന്നുള്ളവർക്ക് പല കളറിലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിതിൽ വേറെ സോസ് ഒന്നും ചേർക്കുന്നില്ല. ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കിനി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വാടി കഴിയുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുക്കാവേ. ഈ കാട്ടി റോൾസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇത് പനീർ വെച്ച് ചെയ്യാം, അതുപോലെ തന്നെ എഗ്ഗിൻ്റെ തന്നെയായിട്ട് ചെയ്യാം, ബീഫിൻ്റെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുവാണ്. 1/4 ടേബിൾ സ്പൂൺ വേണ്ട കേട്ടോ, അതിലും താഴെ. ഒരു ലേശം കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ താഴെ ഉള്ളൂ കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഉപ്പ് കുറവായിരിക്കും, കാരണം നമ്മൾ ഈ സവോളയിലൊന്നും ഉപ്പിട്ടിട്ടില്ലല്ലോ. ഈ സമയത്താണ് സോസ് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഫില്ലിംഗ് ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഫില്ലിങ്ങിന്. ഉപ്പൊക്കെ നോക്കിക്കോണേ, കുറവുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആ റൊട്ടി ഉണ്ടാക്കി എടുക്കണം. ചൂടാറിയിട്ട് ഈ ഫില്ലിങ് റൊട്ടിയിലേക്ക് വെച്ച് കൊടുക്കാവേ. ഇത് തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം. ഇതേ മാവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് എന്തായെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതൊരു 4 പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പം 4 പീസ് ആക്കിയിട്ടുണ്ട്.
ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിലോട്ട് ഒന്നാക്കിയെടുക്കാം. 4 ബോൾസും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ 4 ബോൾസ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് പോവാണ്. ഇതിലൊരു ലേശം ഒന്ന് എണ്ണ പരട്ടിയിട്ട് ബാക്കി 3 ബോൾസ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. സൈഡൊക്കെ ഒന്ന് കട്ടി കുറച്ചിട്ട് പരത്തണേ. ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദയും കൂടെ ഒന്ന് തൂവി കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ നടുഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. പിച്ചാത്തിയിലൊക്കെ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് വേണേ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്, നല്ല എളുപ്പം വിട്ടു പോരത്തുള്ളൂ. എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇപ്പം ഇതൊരു കോണ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരെ താത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മേളിൽ നിന്ന് താഴേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്ത ബോൾസ് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. ഇനി ഇതൊരു 10 മിനിറ്റ് മുമ്പത്തെ പോലെ തന്നെ ഒന്ന് ഫിലിമും കൊണ്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവേ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ആദ്യം ഉരുട്ടി വെച്ചേക്കുന്നത് ആദ്യം എടുക്കാവേ. പരത്തിയെടുക്കുന്നതിന് മുമ്പ് റോളറിൽ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാവേ. എന്നിട്ട് പരത്തിയെടുക്കാം. സൈഡൊക്കെ ഒന്ന് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാവേ. അപ്പം 4 ബോൾസും ഇതുപോലെ പരത്തിയെടുക്കാവേ. ഈ സൈഡൊക്കെ ഇച്ചിരി കട്ടി കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പം ഇത് ചുട്ടെടുക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ലേശം എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമല്ലോ ഒട്ടും എണ്ണ പരട്ടാതെ, ആ രീതിക്ക് വേണേലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര എണ്ണ ഒഴിക്കണമെന്നില്ല, ഞാൻ ഒന്നുകൂടെ പറയുക, ഹെൽത്തി ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. ഒറിജിനൽ റെസിപ്പിയിൽ ഇത്രയും തന്നെ എണ്ണയിലാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മളുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് വേണം വീട്ടിൽ ചെയ്യുമ്പം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. പരത്തി വച്ചിരിക്കുന്ന റൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാവേ.
ഇപ്പോൾ ഈ സൈഡ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പം നിങ്ങൾക്ക് 2 സ്പൂൺ മതിയെങ്കിൽ 2 സ്പൂൺ ചേർത്താൽ മതി. ഇനി 2 മുട്ട ഇതിൽ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഹെൽത്തിൻ്റെ അനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് ഇതിലെ എണ്ണയും മുട്ടയുടെ ഒക്കെ അളവ് തീരുമാനിക്കാവേ. ഒരു സൈഡിലെ മുട്ട ചേർത്ത് കൊടുക്കത്തുള്ളേ. ഇനി ഇത് നേരെ നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പം ഈ മുട്ടയും വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അടുപ്പത്തുനിന്ന് മാറ്റാവേ. ഇതെടുത്ത് മാറ്റാം. ഇനി എണ്ണ ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാവേ. പാനിലേക്ക് വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പം തിരിച്ചിട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട പതപ്പിച്ച് വെച്ചേക്കുന്ന ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വലുപ്പത്തിൽ മുട്ട നിൽക്കുന്നതാണ് നല്ലത്. പുറത്തേക്ക് പോവാതെ ഈ ഉള്ളിൽ തന്നെ കവർ ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. ഇപ്പം എണ്ണയില്ലാതെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് രീതി വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇപ്പോൾ റൊട്ടിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഫില്ലിങ് റെഡിയാണ്. ഇനി ഇതെങ്ങനെയാണ് റാപ്പ് ചെയ്തെടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു റൊട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗത്ത് ഇതുപോലെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മടക്കിയെടുക്കാം. ഈ രീതിക്ക് ബാക്കിയും കൂടെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൽ മയണൈസ് ഇഷ്ടമാണെങ്കിൽ മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി സോസ് വല്ലതും ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഒരെണ്ണം ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലേശം നാരങ്ങ പിഴിഞ്ഞതൂടെ ഇങ്ങനെ ഒന്ന് ലേശം ഒന്ന് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ചാട്ട് മസാല ഇഷ്ടമുള്ളവർക്ക് ചാട്ട് മസാലയും കൂടെ ലേശം ഒന്ന് മേളിലിട്ട് കൊടുക്കാവേ. ഇനി ഇത് മടക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തിയോ പൊറോട്ടയോ ഉണ്ടെങ്കിൽ ഈ റൊട്ടിക്ക് പകരം അത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ പച്ചമുളകൊന്നും ഇടണ്ട. ഇപ്പം ഇവിടെ ഞാൻ 2 എണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഈ ഫില്ലിങ് മാത്രം ഉണ്ടാക്കിയിട്ട് മുട്ടയും കൂടെ എടുത്ത് ഈ രീതി ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്